അമ്മുമ്മ ഇപ്പൊ എന്താ പറഞ്ഞേന്ന് ലാസ്റ്റ്? ഞാൻ എന്തോ പറഞ്ഞ? എനിക്ക് ഓർമ്മയില്ല. അമ്മുമ്മയ്ക്ക് ഓർമ്മ കാണൂല, പക്ഷെ എനിക്കിപ്പോ നല്ല ഓർമ്മയുണ്ട്. എടി അതിന് ഞാൻ എന്തോ പറഞ്ഞു? ഞാനൊന്നും പറഞ്ഞില്ല. അമ്മുമ്മ ഒരു അമ്മുമ്മയാണോ? അമ്മുമ്മ ഒന്നില്ല, ഇത് ഞാൻ അമ്മുമ്മയുടെ കൊച്ചുമോളല്ലേ, ഇങ്ങനൊന്ന് കുറ്റം പറയാവോ? ഞാൻ എന്തോ കുറ്റം പറഞ്ഞു? അയ്യോ, കുറ്റം ഒന്നും പറയാത്ത ഒരാള്. നീ ഒന്നും കുറ്റം പറയത്തില്ലല്ലോ. അയ്യോ, കുറ്റം പറയാത്ത ഒരാള് ഞാനാ കുറ്റം പറയത്തുള്ളൂ. നീ ഒന്നും പറയത്തില്ല. നീ വലിയ സത്യസന്ധ. അമ്മുമ്മ ആള് കൊള്ളാലോ. അമ്മുമ്മ എന്തുവാടി കാര്യം പറ. എന്തുവാ ബഹളം? എടി ഞാൻ ഇവിടെ നിക്കേ അമ്മുമ്മ എന്നെ കുറ്റം പറഞ്ഞോണ്ടിരിക്കുകയാണ്. അമ്മുമ്മ അറിഞ്ഞില്ല ഞാൻ ഇവിടെ പുറകെ വന്ന് നിക്കുന്ന കാര്യം. അറിയാതെ അങ്ങ് പറഞ്ഞു പോയതാ. അമ്മുമ്മ എന്താ പറഞ്ഞതെന്ന് അറിയോ? എന്നെ കെട്ടിച്ച് വിട്ടിട്ട് ഞാൻ അവിടെ ഒന്നും നിക്കാതെ സ്വന്തം വീട്ടിൽ വന്ന് നിക്കുവാണ്, കൊച്ചിനെ പോലെ നോക്കുന്നില്ലെന്ന്. അത് സത്യമല്ലേ? അമ്മയാന്ന് ഞാൻ നോക്കില്ല കേട്ടാ. ഞാൻ അമ്മുമ്മക്ക് ഇങ്ങനെയൊക്കെ പറയാവോ അമ്മുമ്മ? എടി ഞാൻ അങ്ങനൊന്നും പറഞ്ഞില്ല. എനിക്കൊന്നും കേക്കണ്ട. അമ്മുമ്മ പറഞ്ഞത് മൊത്തം ഞാൻ രണ്ട് ചെവിയും കൊണ്ട് കേട്ടതാ. എന്താ അമ്മുമ്മ അങ്ങനെ പറഞ്ഞത്? അമ്മുമ്മ എടി ഞാൻ ഇവിടെ കാര്യം അല്ല പറഞ്ഞത്. വേണ്ട പിന്നെ അല്ലാണ്ട് ചെക്കന്റെ വീട്ടിലും പോവാണ്ട് കൊച്ചിനെ നോക്കാണ്ട് ഇവിടെ കയറി നിൽക്കുന്ന ചേച്ചിയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അമ്മ ആളെ മാറ്റാൻ നോക്കല്ലേ അമ്മുമ്മ? അമ്മ ആളെ മാറ്റാൻ നോക്കല്ലേ? ചോദിക്ക്. അമ്മുമ്മ എന്തിനാ ഇപ്പൊ എന്നെ കുറ്റം പറഞ്ഞേ? എടി ഞാൻ നിന്നെ അല്ല കുറ്റം പറഞ്ഞ. നീ ഉരുണ്ട് കളിക്കണ്ട. ഞാൻ കേട്ടതാണ് അമ്മൂമ്മ എന്നെ പറ്റി കുറ്റം പറയുന്നത്. ഞാൻ കേട്ടതാണ്. മക്കളെ, അമ്മൂമ്മ പറയുന്ന ഒന്ന് കേക്ക്. ഞാൻ മക്കളെ കുറിച്ചല്ല പറഞ്ഞത്. എനിക്ക് കേക്കണ്ട. അമ്മൂമ്മ പറഞ്ഞതൊക്കെ ഞാൻ എന്റെ രണ്ട് ചെവി കൊണ്ട് കേട്ടതാ. എന്റെ പൊന്നുമോ, ഞാനൊന്ന് പറയുന്ന കേക്കടി. ഞാൻ പറഞ്ഞല്ലോ അമ്മൂമ്മ പറഞ്ഞത് മൊത്തം ഞാൻ കേട്ടതാണെന്ന്. എന്നാ പിന്നെ നിന്നെ പറ്റി തന്നെ പറഞ്ഞത്. നീ ഒന്നും പറയത്തില്ല ആരെ കുറിച്ചും, ഇല്ലയോ? ഞാൻ കുറ്റം പറയാറൊന്നുമില്ല. ഞാൻ നടത്തുന്നത് ക്യാരക്ടർ അനലൈസേഷൻ ആണ്. പിന്നെ ലച്ചു ചുമ്മാ ഉരുളാതെ. ഇതിപ്പോ വന്ന് പാറു പറയുന്നത് ശരിയാണ് കേട്ടാ. അങ്ങോട്ടും ഇങ്ങോട്ടും മനുഷ്യന് മാറാൻ പറ്റൂല. മാറിക്കഴിഞ്ഞാൽ എന്തൊക്കെ വിളിച്ചു പറയുന്ന ആർക്കറിയാം? ഇതെന്തിനാണ് ഓരോന്നൊക്കെ വിളിച്ചു പറയാൻ നിൽക്കുന്നത്? ചേച്ചിയുടെ സ്വഭാവം അമ്മയ്ക്ക് അറിഞ്ഞൂടെ? എടി മക്കളെ, ഞാൻ അവളെ കുറിച്ചല്ല പറഞ്ഞത്. ഇനി എന്ത് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ബാലും തുമ്പും കിട്ടിയാ മതി. ആ ലച്ചു അങ്ങ് തുടങ്ങും. ലച്ചുവിന് വാലും തുമ്പും മാത്രം കിട്ടിയാ മതി. അമ്മായി എല്ലാരും ആള് കൊള്ളാല. എനിക്ക് 100% ഉറപ്പായിരുന്നു ഞാൻ ഇവിടുന്ന് 2 സെക്കൻഡ് മാറി നിന്ന് കഴിഞ്ഞാൽ അപ്പ തുടങ്ങൂന്ന്. ഞാൻ ഇത്രയും പറഞ്ഞിട്ട് നിങ്ങളിപ്പോ വീണ്ടും ഒരു കുറ്റം പറയുന്നുണ്ടല്ലോ. സന്തോഷം. ഇത് അങ്ങനത്തെ ഒരു ലോകമാണ്. മറ്റുള്ളവരുടെ കുറ്റങ്ങൾ മാത്രം പറയാൻ വേണ്ടി കണ്ണ് തുറന്നു വെച്ചേക്കുന്ന മനുഷ്യരുടെ ലോകം. എന്റെ ലച്ചു, അമ്മൂമ്മ നിർത്ത്. അമ്മായി ചെവിയിൽ നുള്ളിക്കോ. അമ്മായി ഇവിടുന്ന് മാറിക്കഴിഞ്ഞാൽ അമ്മായിനെ പറ്റി പറയും, ശിവാനിനെയും പറ്റി പറയും, കനകാന്റിനെയും പറ്റി പറയും, അമ്മൂമ്മനെ പറ്റിയും പറയും. നോക്കിക്കോ. ക്യാരക്ടർ അനലൈസേഷൻ ആയിരിക്കും. ചോദിച്ച് വാങ്ങി. നീ എന്തിനാ എന്നെ നോക്കുന്നേ? ഞാൻ ഒന്നും പറഞ്ഞല്ലോ. ഒച്ചേ മോശമായി പോയി അമ്മൂമ്മ. എന്തോന്ന് മോശമായെന്ന്? ശിവ, അമ്മ വന്ന് വേറെ എന്റെ ശിവ. ഞാൻ അല്ലെങ്കിൽ വേണ്ട, ഞാൻ പോണില്ല. ഞാൻ ഇല്ലാത്തപ്പം നിങ്ങൾ എന്നെ പറ്റി പറയാൻ തുടങ്ങിയതല്ലേ. ഞാൻ ഇവിടെ തന്നെ നിന്നോളാം. അതിനൊന്നും പറഞ്ഞില്ലല്ലോ. പറയണ്ട, ഞാൻ ഇവിടെ തന്നെ നിന്നോളാം. കണ്ടിന്യൂ. പിന്നൊന്നില്ലേ.